കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളതല്ലേ ഈ ക്യാൻസർ ആണെന്നൊക്കെ പുറത്ത് പറഞ്ഞു നടക്കാൻ നാണോ ഇല്ലേ? സമൂഹം ഒരു മിഥ്യാധാരണ പരത്തി വെച്ചേക്കുന്നത് ക്യാൻസർ വന്നാൽ മരിച്ചു പോകും എന്നുള്ളതാണ്. സ്നേഹാർദ്രമാരോ മൊഴിയുകയാവാം കാതിലോരാത്മസ്വകാര്യം. ഈ കുഞ്ഞ് എങ്ങനെ അതിൻ്റെ വേദന പറഞ്ഞു കൊടുക്കും? ആ സമയത്ത് ക്യാൻസർ എന്ന കണ്ട് നമ്മൾ തന്നെ ചിരിച്ചു കളഞ്ഞൊരു സംഭവമാണ് ക്യാൻസർ. അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ഹിന്ദു പെൺകുട്ടിയെ തന്നെ പർദ്ദ ഇട്ട് മുഖം പോലും പുറത്ത് കാണിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന അച്ഛനമ്മമാരുണ്ട്. കടത്തിന്മേ കടം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഇവിടുത്തെ ഇവരുടെ അവസ്ഥ. പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കണതിനോട് ഞാൻ യോജിക്കണില്ല. നടക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10-14 ദിവസമൊക്കെ ഒരേ കിടപ്പ് കിടന്ന് കഴിയുമ്പോഴത്തേക്കും. ഗായിക അവനിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം ചേച്ചി. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഇപ്പോൾ പാട്ടൊക്കെ പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. കോളേജിലേക്ക് വിശേഷങ്ങൾ എന്താണ്? കോളേജിലെ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. പുതിയ പുതിയ കുറേ പാഠങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രോഗ്രാംസാണ്. ഇപ്പം കോവിലുകളിൽ ഉത്സവമൊക്കെ നടക്കുകയല്ലേ, അപ്പോൾ സീസണിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോഗ്രാംസും ഷോസും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഏത് സബ്ജക്റ്റ്, അതായത് മ്യൂസിക്കിൽ തന്നെ ഏതാണ് എടുത്തേക്കുന്നത്? ഞാൻ BPA വോക്കൽ മ്യൂസിക്കാണ് എടുത്തേക്കുന്നത് സ്വാതിരുന്നാൾ കോളേജിൽ. അത് ഈ BA മ്യൂസിക്കുമായിട്ട് അതിൻ്റെ എന്താ വ്യത്യാസം വരുന്ന ഒരു കോഴ്സ്? BA മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും തിയറി ഞങ്ങൾക്കും അവർക്കൊക്കെ ഒന്ന് തന്നെയാണ് പഠിക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും അവരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. ഇപ്പം വോക്കലിന് കൂടുതൽ പ്രാധാന്യം. ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആണ് ഞങ്ങളത്, അവരുടേത് ബാച്ചിലർ ഓഫ് ആർട്സ്. ഇത്രയും നാളത്തെ ഒരു മ്യൂസിക് ജേണി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത്? ഇപ്പം സിംഗിങ്ങിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്? സിംഗിങ്ങിൽ വ്യത്യാസത്തിനെക്കാട്ടിലും എടുത്തു പറയാനുള്ള സംഗീതത്തിനെ കുറിച്ചുള്ള അറിവ് കുറച്ച് ഒന്ന് കൂടിയിട്ടുണ്ട്. കാരണം ഈ നമുക്ക് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിനെ കുറിച്ചായാലും മ്യൂസിക് എന്താണെന്നൊന്നും നമുക്ക് തിയറി പരമായിട്ട് ഭയങ്കര ധാരണകളൊന്നും ഇല്ലല്ലോ. നമ്മളൊരു പാട്ട് കേൾക്കുന്നു, പഠിക്കുന്നു, പാടുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കർണാടക സംഗീതം പാടാൻ പഠിക്കണതായാലും നമ്മൾ ജസ്റ്റ് നമുക്കിപ്പോൾ അത്യാവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ അറിയാവുള്ളായിരിക്കും. പക്ഷെ ഒരു കോളേജിൽ നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും അങ്ങനെ ഒരു സ്വരം എന്താണെന്നും അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് ഇച്ചിരി അറിവ് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഇടയ്ക്ക് എങ്ങനെയാണ് പഠനം മുമ്പോട്ട് കൊണ്ടുവന്നത്? കാരണം മുമ്പ് ഇത്രയും സുഖമില്ലാതിരുന്ന സമയത്ത് പോലും A+ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു വിൽ പവർ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നത്? അത് ആ സമയത്ത് A+ വാങ്ങിച്ചത് എൻ്റെ മാത്രം ഇതുകൊണ്ടല്ല, അതിന് ഏറ്റവും മുന്നിട്ട് നിന്ന് എൻ്റെ അമ്മയാണ്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. അതാണ് അന്നത്തെ ആ ഒരു A+ൻ്റെ പിന്നിൽ. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ടീച്ചേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഇപ്പം കുറച്ച് പ്രോഗ്രാമിലോട്ട് ഇച്ചിരി ഒന്ന് കൂടുതൽ ഇത് കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ക്ലാസ്സുകൾ മിസ്സാവാറുണ്ട്. മോളുടെ എപ്പോഴും ഇൻ്റർവ്യൂസൊക്കെ പഴയതൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം വളരെ ചെറുപ്പത്തിലാണെങ്കിൽ പോലും വളരെ മെച്യൂർഡായിട്ട് സംസാരിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു സർക്കിളിൽ നിന്ന് തന്നെയാണല്ലോ നമ്മുടെ ഒരു പഠനം, സാമൂഹികപരമായിട്ടുള്ള പഠനം നടക്കുന്നത്. അങ്ങനെ മോളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആരാണ്? ഇപ്പോൾ അച്ഛനും അമ്മയും പോലും മോള് പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ ക്യാൻസർ അതിജീവന കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരാ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂട്ടത്തിൽ? അത് അങ്ങനെ ഒരാളിനെ പറയാൻ പറ്റൂല. നമുക്ക് ലൈഫിൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ ഓരോന്നും പഠിപ്പിക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് എന്നെ മാറ്റിയത്. അവനി എന്ന വ്യക്തിയെ മാറ്റിയത് അവനിയുടെ അനുഭവങ്ങളാണ്. അതിന് ഒരാളെ ഇൻഫ്ലുവൻസറായിട്ട് എടുക്കാൻ പറ്റൂല. ഇപ്പോൾ ഈ ക്യാൻസർ ആണെന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ എല്ലാവരും തളർന്നു പോകുന്നിടത്ത് വളരെ പോസിറ്റീവായിട്ട് അതിനെ കണ്ട് മുമ്പോട്ട് വരാനുള്ള ഒരു ധൈര്യം കാണിച്ചു. ശരിക്കും ആ ഒരു ധൈര്യം ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളെയും എടുക്കുന്ന കൂട്ടത്തിലാണോ, അതോ ആ ഒരു മൊമെൻറ്റിൽ എന്താ? അല്ല, ഞാൻ പണ്ട് മുതലേ ഇവിടെ എല്ലാവരും പറയും എനിക്ക് ഈ പറയുന്ന കമ്മിറ്റ്മെൻറ്റും ഫീലിങ്സും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ പോലും ഞാൻ സിനിമയായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും അതിന് റിയലാണ് എന്നുള്ള രീതിയിൽ ഞാൻ കാണാറില്ല. അപ്പോൾ ഈ സിനിമയിൽ കരയണ സീനൊക്കെ വന്നാലും ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം എൻ്റെ മനസ്സിനറിയാം ഇത് സിനിമയാണ്, റിയാലിറ്റി അല്ല, അങ്ങനെ അറിയാം. അപ്പോൾ അപ്പോഴേ ഇവരൊക്കെ എന്നെ കുറ്റം പറയും. പിന്നെ ഫസ്റ്റ് കീമോ എടുക്കാൻ വേണ്ടിയിട്ട് കീമോ വാളിൽ കൊണ്ട് കയറ്റുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന എല്ലാവരും തീർന്നു,
എന്ന് പറഞ്ഞാൽ ലൈഫ് ഇനി ഒന്നുമില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കിടക്കുന്നവരുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു 13 വയസ്സുള്ള കുട്ടിക്ക് ഇവരൊക്കെ എന്തിനിങ്ങനെ കിടക്കണത് എന്ന് തോന്നും. കാരണം സമൂഹം ഒരു മിഥ്യാധാരണ പരത്തി വെച്ചേക്കുന്നത് ക്യാൻസർ വന്നാൽ മരിച്ചു പോകും എന്നുള്ളതാണ്. ഒരു കൊച്ചിന് അതറിയത്തില്ലല്ലോ. ഞാനും ആ സമയത്ത് നാളെ ഞാൻ മരിക്കും അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ മരിക്കുമെന്ന് ഞാൻ കാണണില്ല. എൻ്റെ കണ്ണിൽ ഉള്ള നമ്മൾ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡാണ് പണ്ടും ഇപ്പോഴും എപ്പോഴും. അപ്പോൾ കിമോളിലായാലും അവരൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊന്നും ഇങ്ങനെ അല്ല എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഇവരെന്തിനിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കണത്, ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ചെയ്തൂടെ എന്ന് തോന്നിയ ആ ഒരു മൊമെൻറ്റ്. പിന്നെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നു, 6 മാസം പോലും വരൂല. അപ്പം ആ കൊച്ച് ഇത് കണക്ക് അച്ഛനും മോനോ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് കണക്ക് കീമോ എടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. കീമോ എടുക്കുന്നതിൻ്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. ഞാനപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി, എനിക്ക് എൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മെഡിസിൻ തരുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്തായാലും നഴ്സുമാരുടെ അടുത്തായാലും പറഞ്ഞിട്ട് ആ പെയിൻ മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഈ കുഞ്ഞ് എങ്ങനെ അതിൻ്റെ വേദന പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്കും ആ സമയത്ത് അതെനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നിയത്. ഒന്ന്, ഇത്രയും നേരത്തെ അറിയാൻ പറ്റി. 2, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണ്ടത്. നമ്മൾ ആ സമയത്ത് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ, സർവൈവേഴ്സ് ആയിട്ടുള്ള ആരോടെങ്കിലും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് ഇതിനെ ഒന്ന് അതിജീവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്? ഒരുപാട് പേര് നമുക്കിപ്പോൾ ഞാൻ കിംസിലാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്. അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സർവൈവേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അഭിലാഷ് ചേട്ടൻ എന്നാണ് പുള്ളീൻ്റെ പേര്. ചേട്ടൻ മുമ്പ് ടിപ്പറൊക്കെ ഓട്ടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ ക്യാൻസർ വന്നു, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഫസ്റ്റ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കയ്യിൽ നിൽക്കണതല്ല, നിങ്ങൾ ഇനി കൂടിപ്പോയോ ഒരാഴ്ചയോ 1.5 ആഴ്ചയോ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളീൻ്റെ വൈഫ് അവരെടുത്ത തീരുമാനം, ഇനി ഓക്കെ ഉള്ള വസ്തുക്കളായാലും വീടായാലും പെരേടായാലും എന്തായാലും വിറ്റിട്ടായാലും എനിക്കൊരു ചാൻസ് ഇതാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്, എൻ്റെ ഡോക്ടറങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് ഡോക്ടറങ്ങൾ കുറേ പേരുണ്ട്, ആ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ എത്ര ട്രീറ്റ്മെൻറ്റ് നമ്മളിനി എത്ര ഭയങ്കര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമ്മുടെ മനസ്സെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് പറ്റും എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്കും. ഇപ്പോൾ ഒരുപാട് മെഡിസിൻ എടുത്തിട്ട് എനിക്ക് വയ്യെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഏൽക്കൂല. നമ്മുടെ ബ്രെയിൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ചേട്ടൻ ആ ചേച്ചി ചേട്ടനെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ചേട്ടൻ ഇപ്പോൾ 4-5 ടിപ്പർ ഓട്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോലുള്ള സർവൈവേഴ്സ് നമുക്ക് ശരിക്കും ഇൻസ്പിറേഷനാണ്. ചേട്ടനൊക്കെ ഒരുപാട് പേര് ഇതുപോലെ കണ്ട് സംസാരിക്കുന്നവരാണ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം നന്ദു മഹാദേവ ചേട്ടൻ ഉണ്ടല്ലോ. ഞങ്ങൾ സർവൈവേഴ്സിന് എപ്പോൾ ചോദിച്ചാലും നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പേര് അതാണ്. അതുപോലെ ഇന്നസെൻ്റ്, അദ്ദേഹവും ഇന്നസെൻ്റ് സാറിൻ്റെ ബുക്ക് 5ാം ക്ലാസ്സിൽ നമുക്ക് ക്യാൻസർ വാളിലെ ചിരി പഠിക്കാനുണ്ട്. ആ സമയത്ത് ക്യാൻസർ എന്ന് നമ്മൾ തന്നെ ചിരിച്ചു കളഞ്ഞൊരു സംഭവമാണ് ക്യാൻസർ. ഞാനും അപ്പോൾ അത്ര ഇതിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി ആൾ ചെറുതൊന്നുമല്ല, ഇച്ചിരി കൂടിയനാണെന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞപ്പോഴേ ഈ നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ തോട്ട് പ്രോസസ്സാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ കാണുമ്പോഴത്തേക്കും സഹതാപം കാണിക്കുന്ന അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ, അതും വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്യാനേ ഞാനും പറയുള്ളൂ. കാരണം നമ്മുടെ സമൂഹത്തിന് നമുക്ക് എത്ര പറഞ്ഞു കൊടുത്താലും കുറേ മിഥ്യാധാരണകൾ അവർ തലയിലേറ്റി വെച്ചിട്ടുണ്ട്. ക്യാൻസർ അങ്ങനെയാണ്, അല്ലെങ്കിൽ ക്യാൻസർ ഇങ്ങനെയാണ്. ക്യാൻസർ എന്നല്ല, ഒരു പനി ഇച്ചിരി ഒരു 2 ദിവസം 3 ദിവസം നീണ്ടു നിന്നാൽ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാക്കും. അത് നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അവർ വളർന്നു വന്ന രീതി അങ്ങനെ ആയിപ്പോയതുകൊണ്ടായിരിക്കാം.
പക്ഷേ ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ചിന്തിക്കണവരും ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ വെഞ്ഞാറമൂടിലായാലും എന്നെ ചുറ്റിപ്പറ്റിയുള്ളവരായാലും ഒരുപാട് പേര് ഒരു കുഴപ്പമില്ലടി, നീ നല്ല ഓക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞ് നിൽക്കണവരും ഉണ്ട്. ഈ വീട്ടിൻ്റെ വെളിയിലിറങ്ങി നിന്നപ്പോൾ തന്നെ ഒരാൾ ഇതുവഴി നടന്നു പോയിട്ട്, നീ ഒരു പെങ്കൊച്ചല്ലേ, എന്തിനിവിടെ വെളിയിലിറങ്ങിക്കണം, നിനക്ക് ഇത് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളതല്ലേ, ഈ ക്യാൻസർ ആണെന്നൊക്കെ പുറത്ത് പറഞ്ഞു നടക്കാൻ നാണോ ഇല്ലേ എന്ന് ചോദിച്ച ആളും ഉണ്ട്. പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരിക്കലും ഒരാളിനെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ച് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എന്നെ ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അതിനിങ്ങനെ നമ്മൾ എത്ര കാലം ഓരോന്ന് മറച്ചു പിടിക്കും. നമ്മൾ എത്രത്തോളം ഒളിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ചുറ്റുമുള്ള ചോദ്യങ്ങൾ കൂടിക്കൂടി വരെയുള്ളൂ. ഇതെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന ഓരോ കള്ളങ്ങളും. ഇപ്പം മുമ്പ് മോള് പറഞ്ഞിട്ടുണ്ട്, ഈ പലയിടത്തും പല ആശുപത്രികളിലും ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മാറി താമസിച്ച് ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്. പെൺകൊച്ചിനെയൊക്കെ പർദ്ദയിട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു പെൺകുട്ടിയെ തന്നെ പർദ്ദയിട്ട് മുഖം പോലും പുറത്ത് കാണിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന അച്ഛനമ്മമാരുണ്ട്. അവരും ചിന്തിക്കണത് ഭാവി എന്താവും എന്നുള്ളതാണ് അവർ ചിന്തിക്കണത്. അവരവരുടെ ആ ഒരു ടൈമിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനമ്മമാർ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ട്. ഞാനാണ് അവരുടെ അടുത്ത് അങ്ങോട്ട് പറയണത്, നിങ്ങളിപ്പോൾ ആരുടെ അടുത്തും എനിക്ക് ക്യാൻസർ ആണെന്ന് പറയണ്ട, ഇത് ഒന്ന് സർവൈവ് ചെയ്ത് വന്നിട്ട് ഞാൻ പറയും ഞാനൊരു ക്യാൻസർ സർവൈവറാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് അവർ ഒരു പക്ഷേ എൻ്റെ കൂടെ നിന്നില്ല എങ്കിൽ ഇന്നിവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ നമ്മൾ രണ്ടുപേരും കാണൂല, ഈ വീട്ടിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങി കൂടിയേനെ ഞാൻ. പക്ഷെ അന്ന് അവർ പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്താണോ ഞങ്ങൾ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത അച്ഛനും അമ്മയാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ട്. പക്ഷേ മക്കളുടെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്. ഇത് ഫിനാൻഷ്യലിയും പല ആൾക്കാരെയും തളർത്തുന്ന ഒന്നാണല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വരുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ഫാമിലിക്ക് ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് കൂടിയാണ്. പെയിൻ എന്നുള്ളത് ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും മോളുടെ വീട്ടുകാരുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ എങ്ങനെയായിരുന്നു? കടത്തിന്മേ കടം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഇവിടുത്തെ ഇവരുടെ അവസ്ഥ. പക്ഷേ ആ സമയത്ത് ഞാൻ ഇച്ചിരി ക്രൂവലായിരുന്നു. ഞാൻ ഭയങ്കര അഭിമാനിയാണ്. എല്ലാ കാര്യത്തിലും ഇല്ലെങ്കിലും ആ സമയത്ത് നമുക്കിപ്പോൾ ക്യാൻസർ ആണെന്ന് നമ്മൾ പുറത്ത് പറയണതിന് മുമ്പ് തന്നെ ചിലർ വന്നിട്ട് ഞങ്ങൾ മോളുടെ പേരിൽ റോഡിലിറങ്ങി പൈസ പിരിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് പലയിടത്തുനിന്നും വന്നിട്ടുണ്ട്. എനിക്ക് ഈ ധനസഹായം കൊടുക്കാം, നമ്മൾ ഈ ഒരു കൈ കൊണ്ട് കൊടുക്കണം മറ്റേ കൈ അറിയരുത് എന്ന് പറയൂലേ, ആ ഒരു രീതിയിൽ കൊടുക്കണതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷേ ഇപ്പോൾ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കണതിനോട് ഞാൻ യോജിക്കണില്ല. എനിക്ക് ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുക്കാൻ അമ്മയുടെ അടുക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എത്ര കാലം നിങ്ങളുടെ പൈസയിൽ എന്നെ നോക്കാൻ പറ്റുമോ അത്ര കാലം നോക്കിയാൽ മതി, ആരുടെ ഒന്ന് പൈസ വാങ്ങിച്ചിട്ട് എന്നെ നോക്കണ്ട എന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഓരോന്നൊക്കെ വിറ്റും പിറക്കിയും പണയം വെച്ചൊക്കെ ഇതുവരെ നോക്കി. അച്ഛനും അമ്മ എന്താ ജോലി ചെയ്യുന്ന ആ സമയത്ത്? അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, അച്ഛന് പച്ചക്കറിയുടെ ബിസിനസ്സാണ്. പിന്നെ അച്ഛൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയണതേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ അടുക്ക് പറഞ്ഞിട്ടില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ വന്നിട്ട് നീ ഇത് കൈ വെച്ചേരെ. അച്ഛൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും തിരിച്ചിങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെന്നൊക്കെ അച്ഛൻ അവസാനം ഗതികെടുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കൂലേ അങ്ങ് തിരിച്ചു തന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. കാരണം അറിഞ്ഞ് പെരുമാറാൻ പലർക്കും അറിഞ്ഞുകൂടാ. അച്ഛനോട്ട് ചോദിക്കുകയില്ല. അച്ഛൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അച്ഛന് പണത്തിൻ്റെ അടുത്ത് അച്ഛന് ഒരു ഇതുമില്ല. ഇപ്പോഴായാലും നമുക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലർ പറയണ പേയ്മെൻറ്റ് കറക്റ്റായി തരും, ചിലർ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറ്റിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോലും അച്ഛൻ പേയ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കില്ല. എനിക്കും പണത്തിൻ്റെ അടുത്ത് മോഹം അങ്ങനെയൊന്നും ഇല്ല, എന്നാലും അച്ഛൻ അങ്ങനത്തെ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ മോളുടെ സഹോദരിയും ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എങ്ങനെയാണ് സാധാരണഗതിയിൽ രണ്ട് പെൺമക്കളാകുമ്പോൾ പല കാര്യങ്ങൾക്ക് പിന്നെ പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും ഒക്കെ ഒരു എപ്പോഴും അടി വഴക്ക് അങ്ങനത്തെ തമാശകളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യം വരുമ്പോൾ എന്തായാലും ആ സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ട്? സ്നേഹം പ്രകടിപ്പിക്കും എന്ന് പറയണല്ലോ, അത് ശരിയാണ്.
പക്ഷെ അത് നമ്മൾ അറിയാനുള്ളൊരു ഏജ് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വലിയ ഏജ് വ്യത്യാസം ഉണ്ടല്ലോ, 7 വയസ്സ്. ഞങ്ങൾ തമ്മിൽ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് അറിയത്തില്ല എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള, ക്യാൻസർ എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രായം. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ അവൾക്ക് എത്ര വയസ്സായിരിക്കും എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് പോലും എനിക്കൊരു വേദന വന്ന് ഞാൻ കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നിരുന്നത് കരയും. അതുമാത്രമല്ല, ഒന്ന് എണീറ്റ് നടക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും കീമോയൊക്കെ എടുത്ത് വന്ന് ചില ദിവസം പാങ്ങടെ കിടപ്പായിരിക്കും. എൻ്റെ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ട്. ഇവിടുത്തെ തിരുവനന്തപുരം സ്ലാങ് ചിലപ്പോൾ കയറി വരും. ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂ ആവുകൊണ്ടാണ് ഇത്രയും എങ്കിലും ഒതുക്കി സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സംസാരം തനി തിരുവനന്തപുരമാണ്, എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പോൾ അതേ കിടപ്പായിരിക്കും. അപ്പോൾ ഇവൾ വന്ന് പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോവുകയും, എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മ ഉണ്ട് അതേപോലെ തന്നെയാണ് അവൾ. എല്ലായിടത്തും പറയും നമ്മൾ മൂത്ത ചേച്ചി അമ്മയുടെ സ്ഥാനമാണ് എന്ന് പറയും. ഇവിടെ നേരെ തിരിച്ചാണ്, ഇളയാക്കാണ് അമ്മയുടെ സ്ഥാനം. എന്നെ ഇപ്പോഴായാലും കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കണ പോലെയാണ് കൊണ്ടു നടക്കണം. എനിക്കിന്ന് രാവിലെ ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ വീട്ടിൽ ചെടിയൊക്കെ ഒതുക്കി വെച്ചപ്പോഴത്തേക്കും എനിക്ക് 2-3 ചെടി ഉണ്ടായിരുന്നു, അതൊക്കെ പട്ടുപോയി. അപ്പം എനിക്ക് അത് ആലോചിച്ചിട്ട് ഞാൻ സുദേവൻ എന്നാണ് അതിന് പേരിട്ടിരുന്നത്. എൻ്റെ സുദേവൻ പോയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എന്നെ ഞാൻ അവളടുക്ക ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. അപ്പം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്തിനിങ്ങനെ മനസ്സിൽ വെച്ചേക്കണം, നിനക്ക് കരയണമെങ്കിൽ നീ ഒന്ന് കര. അങ്ങനെ പറഞ്ഞ് ഒന്ന് കരഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രശ്നം തീർന്നു. അവളെൻ്റെ കൂടെ തന്നെ ഇരുന്നെന്നുള്ളതാണ്. അപ്പോൾ ഒരു അനിയത്തി അല്ല, അമ്മയും അല്ല, എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ മെച്യൂരിറ്റി രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് തോന്നുന്നത്. അതാണ് ചെറിയ പ്രായത്തിലെ ഇത്രയും വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. എന്തോ. നമുക്കൊരു പാട്ടായാലോ? ഓ പിന്നെന്താ. पिया 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 को मिलन के आसरे कागा कागा सब तन खयो गौन मोरिया खिले और मകൾ തൻ ലോലകരങ്ങൾ പുണരുകയാണുടൽ മുറുകെ പാതി വഴിയിൽ കുതറിയ കാറ്റിൽ വിരലുകൾ വേർപിരിയുന്നു സ്നേഹാർദ്രമാരോ മൊഴിയുകയാവാം കാതിലോരാത്മസ്വകാര്യം തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം രാക്കിളി തൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരുനനയും ഈരൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേങ്ങലായി മഴക്കാലം. വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. സാറിൻ്റെ എം ജയന്തൻ സാറിൻ്റെ ആ ഒരു കമ്പോസിഷനൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഞാൻ സരിഗമപ്പായിൽ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പാട്ട് ജനങ്ങൾ വെക്കുന്ന എൻ്റെ ഫസ്റ്റ് പാട്ടിട്ടാണ്. അപ്പം അത് വല്ലാത്തൊരു ഇമോഷനും കൂടെയാണല്ലോ. അന്ന് ജഡ്ജസ് പറഞ്ഞ ഏതെങ്കിലും ഒരു കമൻസ് സ്പെഷ്യലായിട്ട് ഓർത്തിരിക്കുന്നുണ്ടോ? സരിഗമപ്പ എന്ന് പറയുന്ന സ്റ്റേജും അതിനകത്തുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റ്സും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് എൻട്രി ആവുന്നത് തന്നെ എനിക്ക് 1 വയസ്സ് കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത്. അപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ പുറത്ത് ആൾക്കാർക്ക് തോന്നുമല്ലോ കുഞ്ഞു കുട്ടികളുടെ കൂടെ ഒരാൾക്ക് 1 വയസ്സ് കൂടുതൽ. പക്ഷേ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ സരിഗമപ്പയിലെ ജഡ്ജസ് ആയാലും ജൂറി മെമ്പേഴ്സ് ആയാലും സരിഗമപ്പയിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും
സരിഗമപ്പ മൊത്തത്തിൽ എന്നെ ഏറ്റെടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സരിഗമപ്പയിൽ വരുന്നത് 10ാം ക്ലാസ് എക്സാം കഴിയുമ്പോഴാണ്. അതുവരെയുള്ള എനിക്ക് സ്കൂൾ ലൈഫ് കിട്ടിയിട്ടില്ല. സ്കൂളിൽ പോയി ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ ഫസ്റ്റ് ചെല്ലണത് സരിഗമപ്പയിലാണ്. അപ്പോൾ എനിക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹമുണ്ട്. പുതിയ കുറേ അറിവുകൾ. അതുപോലെ തന്നെ ഞാൻ സിനിമാ പാട്ട് പാടുന്നതിൽ ഞാൻ സെമി ക്ലാസിക്കൽ മാത്രമേ പാടുള്ളായിരുന്നു. സരിഗമപ്പയിൽ കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ മെലഡിയൊക്കെ പാടുന്നത്. അപ്പോൾ അവരും പറഞ്ഞ ഇതാണ്, നിൻ്റെ പ്രായമോ നിൻ്റെ അസുഖമോ ഒന്നുമല്ല ഞങ്ങൾ നോക്കണത്, നിനക്ക് പാടാനുള്ള കഴിവ്. അതിലാണ് ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ടാണ് സുജാത മാം എന്നെ എടുക്കണത്. അപ്പോൾ അന്ന് സുജാത മാം പറഞ്ഞത് ഇപ്പോഴെപ്പോലും സുജാത മാം വിളിച്ച് സംസാരിക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പാട്ട് ചെയ്തായിരുന്നു, സ്റ്റുഡിയോ വർക്ക് നടക്കണതേ ഉള്ളൂ, ഉടനെ റിലീസാവും. ഒരു അയ്യപ്പൻ്റെ ഭക്തിഗാനം ഞാൻ തന്നെ മ്യൂസിക് കമ്പോസിഷൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് മാം മുമ്പ് അതുപോലെ ഒരു ഭക്തിഗാനം പാടി വൈറലായിരുന്നല്ലോ. അത് പഴംനിയപ്പ എന്ന് പറഞ്ഞിട്ട് തിരുവിളയാടൽ മൂവിയിൽ, അതും സരിഗമപ്പയിലാണ് പാടുന്നത്. സരിഗമപ്പയിൽ പാടിയിട്ടാണ് തമിഴ്നാട്ടിലൊക്കെ അത് ഭയങ്കര വൈറലായി. തമിഴ്നാട്ടിലൊക്കെ അത് ഒത്തിരി വൈറലായി. അവർ ഫേസ്ബുക്കിൽ ഇട്ടതായാൽ പോലും ഒരുപാട് പേര് ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമൊക്കെയാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ സരിഗമപ്പയിലുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. എസ്പെഷ്യലി അതിലുള്ള ജഡ്ജസ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള സുജാത മാം. മാം ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. എൻ്റെ പാട്ട് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും മാം ഇതുപോലെ കേട്ടിട്ട് ഒത്തിരി നല്ല എന്ന് പറഞ്ഞാൽ മാമിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തണം, എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊക്കെ മാം ഒരു ട്യൂട്ടറായിട്ട് എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. അതുപോലെ ഈ MG സാറിൻ്റെ കൂടെ ദുബായിൽ ഷോ ചെയ്തതും ഭയങ്കര ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റ് ആയിരുന്നില്ലേ? അത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ദുബായിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അതുവരെ നാട്ടിൽ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇവരുടെയൊക്കെ മുമ്പ് ഒരു പാട്ട് പാടണം എന്നുള്ളത്. അങ്ങനെ അച്ഛൻ്റെ ചിലവിലാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണത്. ഞാനും അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ പരിചയക്കാരാണ്. സുരാജ് അങ്കിളായാലും വെഞ്ഞാറമൂട് സുരാജ് അങ്കിള്, നോബി അങ്കിൾ, അങ്ങനെ നമ്മുടെ വെഞ്ഞാറമൂടിലുള്ളവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് പക്ഷേ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത് സുരാജ് അങ്കിളാണ്. സുരാജ് അങ്കിൾ സ്റ്റേജിൽ കയറി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു ഇവളുടെ ആഗ്രഹം MG ചേട്ടൻ കൂടെ നിൽക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് പാടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് MG സാറ് സ്റ്റേജിൽ കയറുന്നത്. MG ശ്രീകുമാർ സാർ സ്റ്റേജിൽ കയറി. അതിന് മുമ്പ് വരെയും സാറ് ഭയങ്കര ഒരു കാണുന്നു ചിരിക്കുന്നു അത്ര ഒരു ഇതേ ഉള്ളൂ. അതുപോലെ തന്നെ മുകേഷ് സാറിൻ്റെ അടുത്തായാലും ഞാനിതുപോലെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അപ്പോഴും ഒരു വഴിപോക്കി അങ്ങനെ ഒരിത്. പക്ഷെ ഞാൻ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് കേട്ടുകൊണ്ടിരുന്ന മുകേഷ് സാറ് സ്റ്റേജിൽ കയറി വന്ന് ഒത്തിരി നല്ല കമൻറ്റ്സ് പറയുകയും കോംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന് ഇതുപോലെ ആരോ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് മുകേഷ് സാറിൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹോദരിയുടെ അടുത്തൊക്കെ ഒരു മോള് വന്ന് നിന്ന് പാടി. ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഈ പുറത്ത് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സോങ് ഏതാണ്? പഴംനിയപ്പ. അത് രണ്ടൊരു പാടിയാലോ? എല്ലാവരുടെയും പ്രാർത്ഥനയുള്ള ഒരു പാട്ടാണ്. അത് ഒത്തിരി വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാടിയാലേ സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴും എന്നെ തിരിച്ചറിയാൻ പറ്റണുള്ളൂ. ആ ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും ഇതാ മോളാണ് എന്നറിയാം. അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് ചോദിക്കണത് മുരുകൻ്റെ പാട്ട് പാടുന്ന മോളല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാറുണ്ട്. മോള് ഭയങ്കര ഭക്തയാണോ? ഞാൻ ഭക്തയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭക്തയാണ്. എന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭക്ത അല്ല. വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമില്ല. നമുക്ക് പാട്ടിന്റെ രണ്ടുപേരും ஞானப்பழத்தை பிழிந்த ரசமந்திருடன் நாம் உண்ணவும் கொடுத்த முருகானி பிரணவ ஞான பழத்தை பிழிந்த ரசமந்திருடன் கொடுத்த நல்ல குருநாதன் உனக்கென்ன விதம் இக்கனியை நானீவது
என்று நானித்தான் முருகானி பிரணவஞான பழத்தை பிழிந்து ரசமந்திருடன் நாம் உண்ணவும் கொடுத்த நல்ல குருநாதன் உனக்கென்ன விதமிக்க நீ நாமேவது என்று நானித்தான் அப்படித்தான் எதிரவில்லை. அப்படித்தான் எதிரவில்லையாத நான் முருகா உனக்கு ஜாது ஒரு பிழை இல்லையே. முருகா உனக்கு ஜாது ஒரு பிழை இல்லையே. അടിപൊളി. ഒരു ദിവസം എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രാക്ടീസ് നടക്കണില്ല. അതെറ്റി? അതാണ് സത്യം. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പെയിനൊക്കെ വരും. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് പാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ടങ്ങ് ക്ഷീണമാവും. അപ്പോൾ ഞാൻ പ്രാക്ടീസ് കുറച്ചു. പിന്നെ രണ്ടാമത്തെ റീസൺ, കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയും പാടും. അപ്പോൾ കുറേ ആകുമ്പോഴത്തേക്കും തൊണ്ട അടയും. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തൊണ്ട സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ രോഗം പൂർണ്ണമായും മാറിയെന്ന് തന്നെയല്ലേ? രോഗം എന്നൊന്നും പറയണ്ട, ക്യാൻസർ മതി. എനിക്ക് ഈ രോഗം പറയണ സത്യമായിട്ട് എനിക്കിഷ്ടമല്ല. ക്യാൻസർ കാരണം ഇപ്പോൾ ചില സ്റ്റേജിലൊക്കെ നമ്മളെ മോട്ടിവേഷൻ സ്പീച്ചിനായിരിക്കും വിളിക്കണത്. വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അർബുദം എന്ന അതിമഹാമാരക രോഗത്തെ കുട കീഴിലെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയും. ഇത് കേൾക്കുമ്പോഴേ ആൾക്കാർ അയ്യോ, അപ്പോഴേ ആൾക്കാർ പേടിക്കും. എന്നിട്ട് പിന്നെ ആൾക്കാർക്ക് സിമ്പതിയാണ് ചില സമയത്ത്, അയ്യോ പാവം കൊച്ച്. അപ്പം ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പറയും ക്യാൻസർ ആയിരുന്നു, വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പനിയും ജലദോഷം വരുന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് അവസാനം ഞാനായിട്ട് ഒന്നുമല്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസിന് പോവാറുണ്ട്. ഡോക്ടേഴ്സ് ആയാൽ പോലും പലരും മരിച്ചവരുടെ ഇത് വെച്ചിട്ടാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ മരിച്ചത് ക്യാൻസർ ആയിരുന്നത് കൊണ്ടാണ് ഇത്രയും ലേറ്റായി. ഡയറേന്നാണെങ്കിലും അദ്ദേഹം നിന്നത് ആ വിൽ പവർ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ചേച്ചി. നമുക്ക് ക്യാൻസറിൻ്റെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ആവാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കണത്. പക്ഷേ ഇവർ പറഞ്ഞ് ഒരു നെഗറ്റീവ് രീതിയിൽ ഇവർ പറഞ്ഞു കളയും. എന്ന് പറഞ്ഞാൽ ഇത്രയും ലേറ്റായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്തതുകൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് പറയും. ആൾക്കാർ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് കാര്യം പറഞ്ഞാലും നെഗറ്റീവ് കാര്യം പറഞ്ഞാലും നമ്മൾ ആദ്യം എടുക്കണത് നെഗറ്റീവാണ്. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ അവർ ഫസ്റ്റ് എടുക്കണത് മരിച്ച് ഇത് മാത്രമേ അവരെടുക്കണുള്ളൂ. അല്ലാതെ ഇത് താമസിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം അവരെടുക്കണില്ല. അവസാനം ഞാനിത് കണക്കൊരു ഗോകുലം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു അവയർനെസ് നടന്നപ്പോഴത്തേക്കും എന്നെ സംസാരിക്കാൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാർ ഇങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ കേട്ടോണ്ടിരിക്കണവർ ഇതിനെ തിരിച്ചായിരിക്കും കേൾക്കണത്. നമുക്ക് ഉദാഹരണം പറയാം, എത്രയും സർവൈവേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് ഇത്ര താമസിച്ചായാലും നേരത്തെ ആയാലും ഡയഗ്നോസ് ചെയ്ത് അവർ ജീവനോടെ ഇരിക്കുന്നുണ്ട്, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് സർവൈവേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ പേടി വീണ്ടും കുറയേ ഉള്ളൂ. അവിടെ അവർ കാണുന്ന ക്യാൻസറിനെ സർവൈവ് ചെയ്ത് വന്നു ഈ ഒരു രീതിയിലേ കാണുള്ളൂ. അതായത് ക്യാൻസർ കാരണം മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അടുത്തുള്ള പേടി കൂടെ ഉള്ളൂ. ഒരിക്കലും നമുക്ക് അതിൻ്റെ അടുത്തൊരു ഇത് വരൂല. അപ്പൊ ഇപ്പൊ പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഓരോ വർഷവും ചെക്കപ്പ് ഒക്കെ വീണ്ടും ചെയ്യുന്നുണ്ട്? അത് എനിക്ക് പെയിൻ വരുന്നത് ക്യാൻസറായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. എനിക്കല്ലാതെ റൈറ്റ് സൈഡിൽ മസിൽ കുറച്ച് വീക്കാണ്. ഈ പിക് ലൈനൊക്കെ ഇട്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ വലത്തെ കൈകൊണ്ട് ഒരു പണിയും എടുക്കൂല. എടുത്തു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡ് മാക്സിമം പല്ലി വയ്ക്കണവരെ ഇടത്തേക്ക് ആയിട്ടാണ് ചേച്ചി. അങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന് ഞാനായിട്ട് വരുത്തി വെച്ചതാണിത്. അപ്പം അതിനിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണുണ്ട്. നമ്മൾ യൂഷ്വലി ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നോ? അല്ലല്ല, ഞാൻ റൈറ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ പിക് ലൈൻ ഇട്ടിരിക്കുന്ന സമയം നമുക്കിങ്ങനെ മടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെയാണ് ഞാൻ ഇട്ടിരുന്നത്. എൻ്റെ കയ്യിൽ 2 പാടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് ഹാർട്ടിലോട്ടൊരു ട്യൂബാണ് പിക് ലൈൻ. അപ്പോൾ മടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് പല്ലി വയ്ക്കണതായാലും ഇടത്തേക്കായിട്ട് അപ്പോഴേ ശീലിച്ച്. ഇപ്പോഴും ഇടത്തെ കൈക്ക് ഇടത്തെ കൈനെയും വലത്തെ കൈനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലത്തെ കൈക്ക് ബലക്ഷയമുണ്ട്, ഇടത്തെ കൈ പെർഫെക്റ്റ് ആണ്. അപ്പം അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും വർക്കൗട്ടോ കാര്യം? അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യണുണ്ട്, ഫിസിയോ കാണിക്കുന്നുണ്ട്. ഇപ്പം അതല്ലാതെ ഈ ക്യാൻസർ മാറിയതിന് ശേഷം ഇതുപോലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർലി ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ?
എനിക്കിപ്പോൾ 3 മാസം കൂടുമ്പോഴാണ് ചെക്കപ്പ്. കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ ചെക്കപ്പുകളൊക്കെ നമുക്ക് ഒരുപാട് കാശാകുമോ? അത് എങ്ങനെയാണ്? ചെക്കപ്പ് ഒരുപാട് കാശൊന്നും ആകൂല. ബ്ലഡ് എനിക്ക് ഇപ്പോൾ പലർക്കും പല ടൈപ്പ് ക്യാൻസറാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ പേര് ചിലപ്പം ഒന്നായിരിക്കാം, പക്ഷേ നമുക്ക് പലയിടത്തായിരിക്കാം, ട്രീറ്റ്മെൻറ്റ് പലതായിരിക്കാം. എനിക്കെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല വേറെ ഒരാൾക്ക്. ഇപ്പം എനിക്ക് ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമയാണ്, മമത ചേച്ചിക്കും ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമയായിരുന്നു, മമത മോഹൻദാസ്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുത്ത ട്രീറ്റ്മെൻറ്റ് വേറെ വേറെയാണ്. ഒന്ന് നമ്മുടെ ഏജ് നോക്കും, നമ്മുടെ വെയിറ്റ് നോക്കും, എല്ലാം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിനും കാര്യങ്ങളും വരാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിച്ച്. നമുക്ക് ആദ്യമായിട്ട് ഒരു അടി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വേദന എടുക്കും. പക്ഷേ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ അടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇതെന്തൊരടി എന്ന് നമുക്ക് തോന്നില്ലേ? അത് കണക്ക് തന്നെ ആദ്യമായിട്ടൊരു പെയിൻ വരുമ്പോഴത്തേക്കും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ അതേ പെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ശീലമായി. ഈ ക്യാൻസർ മാറി എന്ന് ഡോക്ടർ പറഞ്ഞ ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? ക്യാൻസർ മാറി എന്നല്ല പറയണത്, അത് സരിഗോംപായിൽ തന്നെയായിരുന്നു. ഞാൻ ആ ടൈമിലും പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സിറ്റിങ്ങിന് പോയതാണ്. നമുക്ക് കീമോ നിർത്താം, ഇനി കീമോ എടുക്കണ്ട എന്നാണ് പറയണത്, അല്ലാതെ ക്യാൻസർ മാറി എന്നല്ല പറയണത്. കീമോ എടുക്കണ്ട, നമുക്ക് കീമോ നിർത്താം, ഇനി നമുക്ക് കുറച്ച് ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം മതി എന്നാണ് പറയണത്. ഞാൻ അപ്പോഴേ സ്വർഗം കിട്ടുകയാണ് കാര്യം. എനിക്ക് കീമോ എടുക്കണം, എനിക്ക് പിന്നും കുഴപ്പമില്ല, കീമോ എടുക്കണം പിന്നും കുഴപ്പമില്ല. പക്ഷേ റേഡിയേഷൻ, ഞാൻ എടുത്ത മെഡിസിനിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് റേഡിയേഷനാണ്. എത്ര തവണ എടുക്കേണ്ടി വന്നിട്ടുണ്ട്? ഞാൻ 25 റേഡിയേഷൻ എടുത്ത്. കീമോ ഫസ്റ്റ് പീഡിയാട്രിക്കിൻ്റെ 9 കോഴ്സ് ചെയ്ത്, പിന്നെ അഡൽട്ടിൻ്റെ 8 കോഴ്സ് ചെയ്ത്. അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ എത്രയാണ്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്? ഈ പീഡിയാട്രിക്കിൻ്റെ 9 എണ്ണം ചെയ്തത് 1 മാസം അടുപ്പിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അഡൾട്ടിൻ്റെത് 24 hours കീമോ ആണ്. ഒരു ദിവസം മൊത്തം കീമോ എടുത്തോണ്ട് കിടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ 2-3 ദിവസം ഒരു ബോധവും കാണൂല, തുപ്പൽ പോലും കുടിച്ചിറക്കാൻ പറ്റൂല. അങ്ങനെ ഇവിടെയൊക്കെ നമ്മുടെ അകത്തെ തൊലിയൊക്കെ അങ്ങ് പൊട്ടിപ്പോവും. പിന്നെ നടക്കാനൊക്കെ മറന്നുപോയി കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10-14 ദിവസമൊക്കെ ഒരേ കിടപ്പ് കിടന്ന് കഴിയുമ്പോഴത്തേക്കും ഇല്ല കൊക്ക് പോണ കണ്ടിട്ടില്ലേ, അങ്ങനെ നടന്നിട്ടുണ്ട്. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ സമയത്ത് അങ്ങനെ എടുക്കുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു. പെയിൻ വന്നിട്ടുണ്ട്. പെയിൻ വരണ സമയത്ത് അച്ഛൻ വന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. എന്നിരുന്നാൽ പോലും അമ്മയുടെ ചേട്ടൻ്റെ വൈഫ്, അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ്, വല്യമ്മ നമ്മൾ പറയില്ലേ, നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ ഇതെന്ന്. ആ ഒരു ക്യാൻസർ വരണതിന് മുമ്പ് വരെയും ഇവരൊക്കെ ആയിട്ട് നമുക്ക് അത്രയ്ക്കും ഭയങ്കര ഒരു കണക്ഷൻ ഇല്ല. കാണുന്നു, മിണ്ടുന്നു, ബന്ധുക്കളാണ്, വീട്ടിൽ വരുന്നു, സംസാരിക്കുന്നു, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ല പക്ഷെ ആ ഒരു ടൈം വരെ നമ്മുടെ കൂടെ അത്രയ്ക്ക് ഭയങ്കര ബലം ആയിട്ട് നിന്നവരൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇവരാണ് കൂടെ നിന്നത്. ഞങ്ങൾക്ക് അതും അത്ഭുതമായിരുന്നു. പക്ഷെ ഇത്രയും ഒരു ഇത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻ കാണിക്കാതെ നിന്നവർ നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്ക് താങ്ങും തണലുമായിട്ട് കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. എനിക്കൊരു അസുഖം വന്നപ്പോഴത്തേക്കും ഇവർ 4 പേരും ഇവരുടെ മക്കളും ഉണ്ട്, ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തായാലും വല്യമ്മയായാലും അമ്മച്ചിയായാലും തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ ജോലിയായിട്ട് അപ്പോൾ ഈ കൊക്ക് നടക്കണ പോലെ നടക്കണത് എനിക്ക് തമാശയാണ്. ഞാനിത് എന്തിനാണെന്ന് നടക്കാറുകൂടാ, പാട് നന്നെ ഇത്രയും ദിവസം ഒരേ കിടപ്പ് കിടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം എണീറ്റ് നടക്കാൻ പറയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ ഒരു തമാശയായിട്ട് അന്നെടുത്ത്. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ മുടി ഹെയർ സ്റ്റൈല് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാന്നൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? ഇങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാനിനി വളർത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അത് ഭാവിയാണ്. പക്ഷെ ഇപ്പോൾ എന്തോ തലമുടി ഉള്ളതിനോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമില്ല. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും കാണുന്ന ആൾക്കാർ പലതരത്തിലുള്ള ആൾക്കാരാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളും വേറെ വേറെയാണ്. ഞാൻ ഇങ്ങനെ ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള കുഞ്ഞു മക്കളെ കുറേ പേരെ കാണാറുണ്ട്. അപ്പം
അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അവർക്ക് മുടി കാണൂലല്ലോ, എനിക്ക് മുടിയില്ല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്കും മുടിയില്ല, ചേച്ചിക്കും മുടിയില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും എനിക്കത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഹാപ്പിയാണ്. കാരണം ഞാനിപ്പോൾ ഇത്രയും തലമുടിയായിട്ട് അവരുടെ അടുക്ക പോയിരുന്നു, എനിക്ക് അപ്പോൾ അവരായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ കുറയും. അവർക്ക് അപ്പോൾ സങ്കടം വരും, ചേച്ചിക്ക് ഇത്രയും മുടിയുണ്ട്, എനിക്ക് തലയിൽ മുടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു സങ്കടം വരും. അപ്പോൾ എനിക്ക് അവരുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റില്ല. ഇത് ചേച്ചിക്ക് മുടിയില്ല, എനിക്ക് മുടിയില്ല, നമ്മൾ രണ്ടും സെയിം ആണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവരുമായിട്ട് കുറേ കൂടെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയാലോ? जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बन का पाबंद, शुक्रिया हंस के अपनी जिंदगी में कर लिया शामिल मुझे, आपके नजरों ने समझा. ഇനി സിനിമയിലേക്കൊക്കെയുള്ള പുതിയ പാട്ടുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഞാൻ ഒരു ഫിലിമിൽ പാടിയായിരുന്നു, മറിയം എന്നാണ് മൂവിയുടെ പേര്, റിലീസായി. ഭയങ്കര ഒരു വിജയത്തിലെത്തിയ മൂവിയല്ല, എന്നിരുന്ന പോലെ എൻ്റെ ഫസ്റ്റ് പ്ലേബാക്ക് ഡിബറ്റ് അതാണ്. പിന്നെ അതിലൊരു പാട്ടുണ്ടായിരുന്നു, അത് ഞാനാണ് പാടിയത്. ഇപ്പോൾ മൂവിയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഷോർട്ട് മൂവിയല്ല, ഒരു 1.5 മണിക്കൂറിൽ കൂടുതലുള്ളൊരു സിനിമ, ആരാച്ചാർ എന്നാണ് പേര്. അപ്പോൾ അത് ഉടനെ റിലീസാവുന്നുണ്ട്. അതിലും ഒരു പാട്ടുണ്ട്, ഞാനാണ് പാടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ, എപ്പോഴും ഈ ചിരിച്ച മുഖം എല്ലാവർക്കും കാണാൻ പറ്റട്ടെ, അപ്പോൾ ആഗ്രഹിക്കുന്ന ഉയരത്തിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്കും ഒരുപാട് നന്ദി എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതിലും ഇത്രയും നല്ലൊരു ടൈം തന്നതിലും. കാരണം ചിലർ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോഴത്തേക്കും അവർ നമ്മളെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടായിരിക്കില്ല വരണത്. ഇവിടെ വന്നിട്ട് ചിലപ്പം മോളുടെ പേരെന്താണെന്ന് ചോദിക്കണവർ വരെ ഉണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്നെ കുറേ കൂടെ മനസ്സിലാക്കിയിട്ടാണ് ചേച്ചി വന്ന് ഇത്രയും ചോദ്യങ്ങളും ചോദിച്ചത്. അത് ഒരുപാട് സന്തോഷം. ഒരുപാട് സിനിമാ പാട്ടുകളും ഒക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റട്ടെ, ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ പാട്ട് പാടിയും ഒരുപാട് ചിരിച്ചും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.